ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമൺ എറേഴ്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ നമ്മൾ പതിവായി ആളുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ചില മിസ്റ്റേക്കുകൾ, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് വാചകങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത്, എഴുതുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്തൊക്കെ ഇത് ശ്രദ്ധിക്കാത്ത ആളുകൾ ഈ മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട്. അത്തരത്തിലുള്ള ചില മിസ്റ്റേക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ശരിയായ രീതിയും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ സമയം കളയാതെ ലെറ്റ് us roll. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കോമൺ എറേഴ്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ വരുത്തുന്ന, അറിയാതെ സംഭവിക്കുന്ന ചില മിസ്റ്റേക്കുകൾ. ഇപ്പോൾ ഒരു വാചകം ഞാൻ പറയാണ്, ഐ വിഷ് ഐ ഹാവ് എ കാർ. ഐ വിഷ് ഐ ഹാവ് എ കാർ. എനിക്കൊരു കാറുണ്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഇത് പറഞ്ഞാൽ പ്രത്യേകിച്ച് മിസ്റ്റേക്കുകൾ ഉള്ളതായിട്ട് ആർക്കും പറയാനൊന്നുമില്ല. ഐ വിഷ് ഐ ഹാവ് എ കാർ എന്താണ്, കറക്റ്റ് അല്ലേ? അതിൻ്റെ സെൻറ്റൻസ് പാറ്റേൺ ഒക്കെ കറക്റ്റ് ആണല്ലോ. പിന്നെന്താണ്? പക്ഷേ ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ വിഷ് ഐ ഹാഡ് എ കാർ എന്നാണ്. ഐ വിഷ് ഐ ഹാഡ് എ കാർ. എനിക്കൊരു കാർ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. കാർ ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പം എനിക്കൊരു കാർ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഐ വിഷ് ഐ ഹാഡ് എ കാർ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഐ വിഷ് ഐ ഹാവ് എ കാർ എന്നുള്ളത് തെറ്റാണ്. അതുപോലെ തന്നെ ചില ആളുകൾ പറയാറുണ്ട്, ഗിവ് മീ എ ഫേവർ. ഗിവ് മീ എ ഫേവർ. എല്ലാവരുമല്ല, ചില ആളുകൾ പറയുന്ന രീതിയാണ് ഗിവ് മീ എ ഫേവർ. എനിക്കൊരു ഉപകാരം തരുമോ? ഉപകാരം ചെയ്യാമോ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഗിവ് മീ എ ഫേവർ, എനിക്കൊരു ഉപകാരം ചെയ്യാമോ എന്നുള്ള രീതിയിൽ ഗിവ് മീ എ ഫേവർ എന്ന് പറയാറുണ്ട്. ഇത് തെറ്റാണ്. ഇതിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് ഡു മീ എ ഫേവർ. ഡു മീ എ ഫേവർ. എനിക്കൊരു ഫേവർ, ഒരു ഉപകാരം ചെയ്യാമോ? ഡു മീ എ ഫേവർ, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ഡു മീ എ ഫേവർ, എനിക്കൊരു ഉപകാരം ചെയ്യാമോ? ഇങ്ങനെയാണത് പറയുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾ നിന്റെ ഹോബി എന്താണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, വാട്ട് ഹോബി ഡു യു ലൈക്ക്? വാട്ട് ഹോബീസ് ഡു യു ലൈക്ക്? നീ എന്തൊക്കെ ഹോബികളാണ് ഇഷ്ടപ്പെടുന്നത്? ശരിക്ക് അത് തെറ്റാണ്. വാട്ട് ഹോബീസ് ഡു യു ലൈക്ക് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഹോബികൾ എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അങ്ങനെയല്ല നമ്മൾ ചോദിക്കുന്നത്. എങ്ങനെയാണ്? വാട്ട്സ് യുവർ ഹോബി? വാട്ട്സ് യുവർ ഹോബി? വാട്ട് ഈസ് യുവർ ഹോബി? നിങ്ങളുടെ ഹോബി എന്തൊക്കെയാണ്? വാട്ട്സ് യുവർ ഹോബി? നിങ്ങളുടെ ഹോബി എന്താണ്? ഇങ്ങനെയാണ് ഇതിൻ്റെ കറക്റ്റായ രീതി. അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ബോറടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ പറയാണ്, ഐ എം സോ ബോറിങ് ടുഡേ. ഐ എം സോ ബോറിങ് ടുഡേ. എനിക്കൊന്ന് നന്നായിട്ട് ബോറടിക്കുന്നു. ഈ അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല പറയേണ്ടത്. ഐ ഫീൽ സോ ബോർഡ് ടുഡേ. ഐ ഫീൽ സോ ബോർഡ് ടുഡേ. ഇന്ന് എനിക്ക് നന്നായിട്ട് ബോറടിക്കുന്നുണ്ട്. ഐ ഫീൽ സോ ബോർഡ് ടുഡേ. ഇന്ന് എനിക്ക് നന്നായിട്ട് ബോറടിക്കുന്നുണ്ട്. ഐ ഫീൽ സോ ബോർഡ് ടുഡേ. ഇന്ന് എനിക്ക് നന്നായിട്ട് ബോറടിക്കുന്നുണ്ട് എന്നുള്ളതാണ് കറക്റ്റായ രീതി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹൗ ഈസ് ഗോയിങ് എവറിത്തിങ്? ഹൗ ഈസ് ഗോയിങ് എവറിത്തിങ് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഹൗ ഈസ് ഗോയിങ് എവറിത്തിങ്, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഹൗ ഈസ് ഗോയിങ് എവറിത്തിങ് എന്ന് ചോദിക്കാറുണ്ട്. അത് തെറ്റാണ്. പകരം നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? ഹൗ ഈസ് എവറിത്തിങ് ഗോയിങ്? ഹൗ ഈസ് എവറിത്തിങ് ഗോയിങ്? ആ ഗോയിങ് എന്നുള്ള ആ ഒരു വാക്ക് നമ്മൾ അവസാനത്തിലേക്ക് മാറ്റിയിട്ടാണ് പറയേണ്ടത്. ഹൗ ഈസ് എവറിത്തിങ് ഗോയിങ്? എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? ഹൗ ഈസ് എവറിത്തിങ് ഗോയിങ്? ഇതാണ് അതിൻ്റെ ശരിയായ രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ഇതിന് ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഐ വോണ്ട് ടു ടോക്ക് യു. ഐ വോണ്ട് ടു ടോക്ക് യു. തെറ്റാണ്. ഐ വോണ്ട് ടു ടോക്ക് ടു യു. ഐ വോണ്ട് ടു ടോക്ക് ടു യു. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഐ വോണ്ട് ടു ടോക്ക് ടു യു. ഐ വോണ്ട് ടു ടോക്ക് ടു യു. ആ ടു അവിടെ ചേർക്കണം എന്നുള്ളതാണ് കറക്റ്റായ രീതി. ഐ വോണ്ട് ടു ടോക്ക് യു എന്നുള്ളത് തെറ്റാണ്. ഐ വോണ്ട് ടു ടോക്ക് ടു യു. ഇതാണ് കറക്റ്റായ രീതി. അതുപോലെ തന്നെ ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ അസൂയപ്പെടരുത്. ഇങ്ങനെ അസൂയപ്പെടരുത്. ഡോണ്ട് ബി സോ ജലസി. ഡോണ്ട് ബി സോ ജലസി. ജലസി അല്ലേ? യെസ്, അങ്ങനെയല്ല. ഡോണ്ട് ബി സോ ജലസ്. ഡോണ്ട് ബി സോ ജലസ്. അത് മതി, ജലസി വേണ്ട. ഡോണ്ട് ബി സോ ജലസി എന്ന് പറയുന്നത് തെറ്റാണ്. അതുപോലെ തന്നെ ഒരാൾ പുറത്തുള്ള ടെമ്പറേച്ചറിനെ കുറിച്ച് ചോദിക്കുകയാണ്. അവിടുത്തെ ഒരു ഊഷ്മാവിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഹൗ മച്ച് ഈസ് ദി ടെമ്പറേച്ചർ? ഹൗ മച്ച് ഈസ് ദി ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ എത്രയാണ്? തെറ്റാണ്. പകരം നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ നൗ? വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ നൗ? ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എങ്ങനെയാണ്? എന്താണ്? വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ നൗ?
ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എങ്ങനെയാണ്? വാട്ട് ഇസ് ടെമ്പറേച്ചർ ഔട്ട് നൗ? വാട്ട് ഇസ് ടെമ്പറേച്ചർ ഔട്ട് നൗ? പുറത്തുള്ള ടെമ്പറേച്ചർ ഇപ്പോൾ എന്താണ് അവസ്ഥ, എങ്ങനെയാണ്? ഇതാണ് കറക്റ്റായ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പല മിസ്റ്റേക്കുകൾ നമ്മൾ വരുത്താറുണ്ട്. വളരെ കുറച്ച് എക്സാമ്പിളുകൾ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനിയും ഇതുപോലെ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്കുകളെ കുറിച്ചുള്ള ധാരാളം വീഡിയോസ് നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.